ഈ കുമ്പളയിലെ കുട്ടികളുടെയും അധ്യാപകർ തടസ്സപ്പെടുത്തിയതിലും കുട്ടികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിലുമെല്ലാം പൊതുജനം പ്രതികരിക്കുകയാണ്. പൊതുജനത്തിന്റെ അഭിപ്രായം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ അധ്യാപകർ ഇന്നലെടുത്ത നിലപാട് സത്യത്തിൽ മനസ്സിൽ വല്ലാതെ വേദനിപ്പിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. സംസ്കാരം പഠിപ്പിക്കേണ്ട വിദ്യാലയങ്ങൾ സംസ്കാരത്തിലേക്ക് നീങ്ങുന്നുണ്ടോയെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു മൈമിങ് എന്ന സംസാരം പോലുമില്ലാത്ത ഒരു കലാരൂപത്തെ ഭയപ്പെട്ടുകൊണ്ട് ഈ രീതിയിലുള്ള പ്രതിഷേധത്തെ തടഞ്ഞ അധ്യാപകർ എന്തായാലും ശിക്ഷ അർഹിക്കുന്നവരാണ്. ആ കണ്ണുകളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ മക്കളെ തന്നെയാണ്. കുട്ടികളുടെ അതായത് ആ സ്വാതന്ത്ര്യത്തിന് വിലങ്ങു നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ അധ്യാപകന്മാരുടെ നടപ്പായത്. അതുകൊണ്ട് ഒരു അധ്യാപക മാതൃകയല്ല. അല്ല, കുട്ടികൾക്ക് കഴിയുന്ന കേസ് അത് അധ്യാപകർ ഓരോ നോക്കട്ടെ, ഞങ്ങളല്ലേ ആ പരിപാടി തന്നെ നടത്തണം. തിങ്കളാഴ്ച അത് നടത്തിയാൽ ഒരു പവർ കാണും അതിനകത്ത് മാഷിമാർക്ക്. ചിലവിനെന്താ നാട്ടിറക്കില്ലേ, പിരിവയ്ക്കാവുമല്ലോ എല്ലാവരും. മാഷിമാർ അങ്ങനെ തരാൻ പാടില്ലേ. പഠിക്കാൻ പോയാൽ പഠിക്കാൻ പോയിട്ട് വരാം വീട്ടിലേക്ക്. രാഷ്ട്രീയം കുറേ രാഷ്ട്രീയമുണ്ട്, അതൊന്നും വേണ്ട. പഠിക്കേണ്ട സമയത്ത് പഠിക്കാം. ഇനി മേലാരും അങ്ങനെ ആവർത്തിക്കാതിരിക്കാട്ടെന്ന് പറയാൻ വേണമെന്ന് പറയണ്ട. അതിപ്പോൾ ഒരു പക്ഷേ ചിലപ്പം ഇതുപോലെ കാര്യങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിനകത്തും സ്കൂൾ കലോത്സവം വേണ്ടെന്നുള്ള ചെറിയ രീതിയിൽ ചിലപ്പോൾ മാഷന്മാർ ചിന്തിച്ചിട്ടുണ്ടാവും. അല്ല, അത് വേണ്ട, സ്കൂളിൽ വേണ്ട ആവശ്യമില്ല. അത് ക്യാമ്പസിൽ രാഷ്ട്രീയ ആവശ്യമില്ല, അതിന് മാറ്റമൊന്നുമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരിക്കലും നല്ലതല്ല. പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത് നല്ലത്. അതാണ് പല അഭിപ്രായങ്ങളും കേട്ടു. അവരവരുടെ അഭിപ്രായം പറയുകയാണ് പൊതുജനം.